ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും എൻ്റെ ഇതിനകത്ത് ലോക്കറ്റ് മേടിച്ചവരോടെല്ലാം നന്ദി പറയുന്നത് കേട്ടോ. 450 ലോക്കറ്റ് വിറ്റുപോയി. ഒരുപാട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്താ പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബുക്ക് ഞാൻ അതെ ഞാൻ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്, ഞാൻ ആ ബുക്കിംഗ് അനുസരിച്ചാണ് ബുക്ക് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം തുലാഭാരത്തട്ടിലൊക്കെ കൊണ്ടുവെക്കുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ഒരു ഓർഡർ കിട്ടുന്ന അത്രയും സാധനവും അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് അമ്പലത്തിൽ കൊണ്ടുപോകുന്നതല്ലേ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും ചോദിക്കുന്നത്. നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്ത് എനിക്കൊരു കണക്ക് കിട്ടുമല്ലോ. എനിക്കത് നല്ലതാണ്. അതുകൊണ്ടാണ് മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യാൻ പറയുന്നത്. പിന്നെ പറയുന്നത് എല്ലാവരോടും നന്ദി കേട്ടോ, ഹൃദയം നിറഞ്ഞ. ഞാനെന്നാലും ഞാൻ ഓർത്ത് ഈവനിങ് ടൈമിലൊക്കെ ബുക്ക് ചെയ്യുന്ന പേര് ഇതിനകത്തൂടെ പറയാതെ ഒന്ന് പേര് വായിക്കാമെന്ന്. അപ്പോൾ ഒരു സന്തോഷമാവുമല്ലോ ചിലർക്കൊക്കെ. അത് സന്തോഷമാവും, ഒരു പേര് നമ്മൾ വീഡിയോയിലൂടെ പറയുമ്പോൾ ഒരു സന്തോഷമാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ പറയാമെന്ന് ഓർത്തിരിക്കുക. പിന്നെ വൈകുന്നേരം സമയത്ത് പറയാൻ നിർത്തുക. പിന്നെ എനിക്ക് പറയാം, വിവാഹത്തിൻ്റെ കാര്യം കുറച്ച് മാച്ചൊക്കെ ശരിയായി വരുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. പിന്നത്തെ ഒരു കാര്യം, വിവാഹത്തിൽ SC ST OBC അങ്ങനെയൊക്കെ കാറ്റഗറി ഉള്ളത് ഇഷ്ടംപോലെ ആലോചന വരട്ടെ. SC ST ഒക്കെ എൻ്റെ അടുത്ത് കുറേ പേരുണ്ട്. ഒരു മാച്ച് കൊടുക്കാൻ പറ്റാതെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വരട്ടെ. പിന്നെ ഈഴവർ, നായർ, മുസ്ലിംസ് ഇഷ്ടം പോലെ, മുസ്ലിമിൻ്റെ കുറേ ആലോചന വന്നിട്ട് എനിക്ക് ശരിക്കും ഉള്ളൊരു കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അത് നന്നായിട്ട് വരട്ടെ. നല്ല ഉദ്യോഗസ്ഥരായ ആൺകുട്ടികൾ ദുബായിലുണ്ട്. അവരുടെയൊക്കെ ആലോചന എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആരെങ്കിലും പെൺകുട്ടികളൊക്കെ നല്ല കുടുംബത്തിൽ നിന്ന് നല്ല പെൺകുട്ടികളെയൊക്കെ നല്ല നല്ല ആൾക്കാരെ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പം അത് മാച്ച് ചേർക്കാൻ ആൺകുട്ടികളുടെയും കുറവാണ്, പെൺകുട്ടികളുടെയും കുറവാണ്. അത് നന്നായി വരട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം ആലോചനയായിട്ട്. പിന്നെ പറയാനുള്ളത്, നായേഴ്സ് ഇഷ്ടം പോലെ. ആൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു ആൺകുട്ടികളാണ് കൂടുതൽ, പെൺകുട്ടികൾ കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരണം കേട്ടോ. പെൺകുട്ടികൾക്ക് മാച്ച് കൊടുക്കാം നമുക്ക്. ചിലർക്ക് ഈ നക്ഷത്രം ചേരാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകുന്നത്. പിന്നെ ചിലർ കൊല്ലത്ത് നിന്ന് എടുക്കത്തില്ല, കോട്ടയത്ത് എടുക്കില്ല, തിരുവനന്തപുരത്ത് എടുക്കുന്നില്ലൊക്കെ പറഞ്ഞിടുന്ന ഇപ്പം ഭയങ്കര പാടല്ലേ. പെൺകുട്ടികളെ കിട്ടാനും പാടാണ്. ചിലർ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ ചേരുന്നത് കിട്ടാനും പാടാണ്. ഇപ്പം ചേർന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞ ജില്ല നോക്കരുതെന്ന് പറഞ്ഞു. ഇവരെന്തായാലും നമ്മുടെ നാട്ടിലല്ല ജീവിക്കുന്നത്. എല്ലാവരും വിദേശത്ത് ജീവിക്കുന്ന, ദുബായിൽ തന്നെ ജോലിയുള്ള കുട്ടികളാകുമ്പോൾ ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ സായന്തര സമയത്തായിരിക്കും നാട്ടിലേക്ക് റിട്ടേൺ വരുന്നത്. അതുവരെ എന്തായാലും ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്പിൽ ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ജില്ല നോക്കേണ്ട കാര്യം സത്യത്തിൽ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കൂടെ നാട്ടിൽ വരും നിൽക്കത്തില്ല. പിന്നെ നമ്മൾ മാതാപിതാക്കളെ നമ്മളെന്തിനാ ജില്ല നോക്കുന്നത്? ഇപ്പോൾ ഒരു സ്ഥലത്താണ് അവർ, ഇപ്പോൾ ദുബായിൽ തന്നെ ജീവിക്കുന്നവർ കൊല്ലത്തും തൃശ്ശൂരോ അല്ലെ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ടയാണ് കൂടുതൽ ആലോചന വരുന്നത്. പിന്നെ അതിന് മാച്ച് ചിലപ്പോൾ നമുക്ക് കോഴിക്കോട് നിന്നായിരിക്കും വരുന്നത്, ചിലപ്പം പിന്നെ കണ്ണൂരിൽ നിന്നായിരിക്കും വരുന്നത്, ചിലപ്പോൾ മലപ്പുറത്ത് നിന്നായിരിക്കും വരുന്നത്. അതിന് യോജിപ്പിക്കുന്നതല്ല നല്ലത്. കാരണം നമ്മുടെ കൂടെ ഇവർ നിൽക്കത്തില്ല. ഇവർ ഫുള്ളായിട്ട് ഇവർ ദുബായിലായിരിക്കും, അല്ലെ യൂറോപ്യൻ കൺട്രീസിൽ. ഇപ്പോൾ ദുബായിലൊക്കെ ഒരുപാട് കല്യാണക്കാർ ദുബായിലുള്ളവരുടെ വന്നിട്ട് കൊല്ലത്തായിരിക്കും പെണ്ണിൻ്റെ വീട്, ചെറുക്കൻ്റെ വീട് തൃശ്ശൂര മലപ്പുറത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അയ്യോ അത് ദൂരം, അങ്ങനെ ദൂരം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ ഇവർ നിൽക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, രണ്ടുപേരും ഇവിടെ കിടക്കുക, പിന്നെ നമ്മുടെ ദൂരം നോക്കിയിട്ട് എന്ത് കാര്യം? നല്ലൊരു മാച്ച് നമ്മുടെ എല്ലാമായിട്ട് സമാനതകളുണ്ടെങ്കിൽ കെട്ടിച്ചിരിക്കുന്നത് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു അഭിപ്രായം, ഒരു പെൺകുട്ടിയോട് ഞാൻ വിവാഹത്തെക്കുറിച്ച് അവളുടെ അമ്മ എന്നോട് പറഞ്ഞ് ഒന്ന് സംസാരിക്കൂ, മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, അവൾക്ക് കല്യാണം കഴിക്കാനൊരു പേടി, ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ് അങ്ങനെ ആ കുട്ടിയുടെ നമ്പർ തന്നിട്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ച്. അപ്പോൾ നല്ല മിടിക്കുക കുട്ടി, ദുബായി നന്നായിട്ട് ജോലി ചെയ്യുന്നു, നല്ല ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ്, മോളെ ഞാൻ നല്ല കല്യാണത്തിന് നീ കല്യാണം കഴിക്കാത്തത് എന്ന് സംസാരിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആൻറ്റി പിന്നെ എൻ്റെ വീട്ടുകാർ ലോൺ എടുത്തൊക്കെയാണ് വീട് വെച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എത്ര വലിയ സാമ്പത്തികമുള്ളവരല്ലേ, ഞങ്ങളെ രണ്ട് മക്കളെ ഞങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി. പക്ഷേ ഞങ്ങൾ ഇപ്പം സാമ്പത്തിക ബാധ്യതയും ലോണൊക്കെ അടച്ച് ഞങ്ങൾ ശരിയായി വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പോൾ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന വല്ലൊരു ഇങ്ങോട്ട് സ്വർണ്ണമൊക്കെ മേടിക്കാൻ കാശ് വേണ്ടേ ആൻറ്റി. അപ്പോൾ എൻ്റെ കുട്ടി എന്ത് പറയുക, ആരെങ്കിലും എനിക്ക് ഇടാനുള്ള സ്വർണവും തന്ന് പിന്നെ കല്യാണ ചിലവുള്ള കാശും തരാമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാമെന്ന്. ഞാൻ സത്യം പറഞ്ഞിട്ടില്ല, ഞാൻ ഈ ഷോക്കേറ്റയുടെ കൈ പറയാൻ ചെന്നാൽ ഞാൻ തന്നെ അയ്യടാന്നായിപ്പോയി.
അപ്പം നല്ല സുന്ദരിയായ മോളാണ്, ഇവിടെ നല്ല ജോലി ചെയ്യുകയാണ്. ഒരു അഹങ്കാരമായിട്ട് പറഞ്ഞതല്ല, അവളൊരു ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലേക്കുള്ളൊരു വാക്ക് പറയുകയാണ്, ഒരു സംസാരം. അവളുടെ ആവശ്യം എന്നെ മുന്നിലേക്ക് ഇടുകയാണ്. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്ന് പറയാം, പണ്ടത്തെ കാലത്ത് ഒരു ഗതിയും പരഗതിയില്ലെങ്കിലും വീട് വിറ്റോ സ്ഥലം വിറ്റോ അമ്മയുടെ കെട്ടുതാലി പണയം വെച്ചോ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തിട്ടായിരിക്കും നമ്മളൊരു മകളെ ഇറക്കി വിടുന്നത്. എന്തൊക്കെ ഒരു അല്ലേ, എന്തെല്ലാം നോവോടു കൂടിയാണ് ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ച് കുറേ സ്ത്രീധനവും വാരിക്കാരി കോരി എല്ലാ അയൽവക്കത്തു നിന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെ എല്ലാം കടം മേടിച്ചും ഒക്കെ റെഡിയാക്കി ഒരു പെൺകുഞ്ഞിനെ നമ്മളൊരു ആണിന് കെട്ടിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ടും ആ വീട്ടിൽ ചെന്ന് ആ പെൺകൊച്ചിന് സൗകര്യവും കിട്ടത്തില്ല, കിട്ടിയ സ്ത്രീധനം പോരെന്നും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുൻപ്. അങ്ങനെയൊക്കെ ഒരു കർമ്മം, അതിൻ്റെ ഒരു ദൂഷിത ഫലമാണ്. റിട്ടേൺ കിട്ടി, കർമ്മം തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ കണക്കാണ് ഇന്നത്തെ തലമുറ ആൺകുട്ടികൾക്ക് പെണ്ണെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പെണ്ണ് ഇത്ര ഡിമാൻഡോടുകൂടി നിൽക്കുന്നത്, പെൺകുട്ടികൾക്കെല്ലാം ഭയങ്കര ഡിമാൻഡ്. ഞാനിപ്പോൾ ഇതിനകത്ത് വന്നതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലായത് പെൺകുട്ടികൾക്കെല്ലാം ഒരു നിലപാടുണ്ട്. അവർ ഒരു വ്യതിചലനം ഇല്ലാതെ നിൽക്കുന്നു. അതുകൊണ്ടാണ് കല്യാണം കൂടുതൽ നടക്കാത്തത്. കാർന്നോമാരുടെ കയ്യിലല്ല, കുറേ പെൺകുട്ടികളുടെ കല്യാണം ഇരിക്കുന്നത് അവരുടെ കയ്യിൽ തന്നെ, അവർ തന്നെ. അപൂർവം ചിലർ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെല്ലാം മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ പെൺകുട്ടികളാണ് കൂടുതലും മാതാപിതാക്കൾ പറയാതെ കേൾക്കുന്നത്. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, മനസ്സിലായതുകൊണ്ട് കല്യാണങ്ങളൊക്കെ നീണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ ഓർക്കണം, പണ്ടൊക്കെ ഈ സ്ത്രീധന സമ്പ്രദായം കാരണം കല്യാണങ്ങൾ നടക്കാതെ എത്രണ്ണം പോയിട്ടുണ്ട്. എത്രയോ പേരുടെ ശാപമുണ്ട് ഇതിൻ്റെ പേര്. അതുകൊണ്ടായിരിക്കും ഇന്ന് പെൺകുട്ടികൾ മേളിലും ആൺകുട്ടികൾ താഴെ നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അത് തന്നെ കാര്യം. നമ്മളെന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യുമെന്ന് പറഞ്ഞ കണക്ക് ഒരവസ്ഥയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കല്യാണക്കാരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരിക, അതിനുള്ള മാച്ച് തരാം നമ്മൾ, കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ കണക്ക്. മുസ്ലിംസൊക്കെ ഇഷ്ടംപോലെ വരട്ടെ, നല്ല ഉദ്യോഗസ്ഥരായ ആമ്പിള്ളേർ ഇവിടെയുണ്ട്, നായന്മാർ വരട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈഴവർ വരട്ടെ, ക്രിസ്ത്യൻസ് വരട്ടെ. ക്രിസ്ത്യൻസൊക്കെ എൻ്റെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, കേട്ടോ. അപ്പോൾ ക്രിസ്ത്യൻസൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ജോലി വിദ്യാഭ്യാസമൊക്കെ നോക്കി വേഗം മാച്ചാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതിന് കുറേ മാച്ചായിട്ടുണ്ട് ക്രിസ്ത്യൻസൊക്കെ, ഇനിയും കുറച്ച് പേര് കൂടെ ആകാനുണ്ട്. അപ്പോൾ വരുന്ന നമ്മൾ സെറ്റാക്കി നമ്മൾ ഇതിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. ഞാൻ ഇതുമായിട്ട് ഇരിക്കുവാണ്, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇത് എൻ്റെ സംഭവം. അപ്പോൾ ഓക്കെ, സന്തോഷം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ എന്തോ പറയാനുള്ളത്, സ്ഥലത്തിൻ്റെ ഞാൻ പറഞ്ഞതെന്ന് അറിഞ്ഞില്ല, ഓർക്കുന്നില്ല പറഞ്ഞതെന്ന്. ഒരു സ്ഥലം എറണാകുളത്ത് ഞങ്ങളൊരു സ്ഥലം, 1 ഏക്കറിനടുത്തുള്ളൊരു സ്ഥലം, ഇന്നതിൻ്റെ എഗ്രിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് പൈസ അതിൻ്റെ ഒരു ആധാരം നടക്കുമ്പോൾ ബാക്കി തരാം എന്നും പറഞ്ഞ് കുറച്ച് എഗ്രിമെൻറ്റ് നടത്താൻ സിംഗു എന്ന് പറഞ്ഞ് ഇട്ട് തന്നു. എൻ്റെ ദൈവം, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. ദൈവരെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അപ്പം അവരൊരിക്കലും പൈസ തരുമെന്ന് ഓർത്തതല്ല. ഇവിടുന്ന് ഒരു പ്രവാസിയാണ് ആ സ്ഥലം എടുക്കുന്നത്. ആ പുള്ളിക്കാരൻ ഇങ്ങനെ സ്ഥലമൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭാവിയിൽ എഞ്ചിനീയറാണ്. അവിടെ ചെന്നിട്ട് വീട് വെച്ച് വിൽക്കാൻ തന്നെയാണ് പുള്ളിക്ക്. അപ്പോൾ പുള്ളി അത് ഇൻവെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേങ്കിൽ ഒരിക്കൽ പോലും പുള്ളി എന്തെങ്കിലും തരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വിൽക്കുന്നവർ തരുമെന്നും നമ്മൾ അവരുടെ ഇതില്ലാത്തതുകൊണ്ട് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം തോന്നി, ഭയങ്കര. ദൈവത്തിന് നന്ദി പറയുന്നു, നിങ്ങളോട് നന്ദി പറയുന്നു, കേട്ടാ. എല്ലാത്തിനും, എല്ലാം വിജയിപ്പിച്ച് തരുന്നതിന്. പിന്നെ എൻ്റെ ബുക്കൊക്കെ നേരത്തെ നമ്മൾ ഈ ബുക്കിംഗ് എടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. എല്ലാ ബുക്കും മേടിക്കുന്നവരും നമുക്ക് അതൊരു പ്രചോദനമാണ്. എനിക്കൊരു പ്രചോദനം, ഒരു ധൈര്യം, ഒരു കരുത്താണ് നിങ്ങൾ തരുന്നത്. എനിക്ക് സന്തോഷം, എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം, കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല ദിവസം ആശംസിക്കുന്നു.